അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ആദ്യം തന്നെ ഇതിനായിട്ട് ഞാനിവിടെ 3 ക്യാരറ്റ് തൊലിയെല്ലാം മാറ്റി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ക്യാരറ്റ് ഇനി ചെറിയ ചെറിയ പീസുകളായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ക്യാരറ്റ് ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്തെടുത്ത ക്യാരറ്റ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ക്യാരറ്റ് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വെള്ളമല്ല ചേർത്ത് കൊടുക്കുന്നത്, പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 250 ml കപ്പിന് 1/2 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നല്ലവണ്ണം ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ക്യാരറ്റ് നല്ല പേസ്റ്റ് പരുവത്തിന് അത് അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും കട്ടങ്ങളൊന്നും ഇല്ലാതെ ഈ ഒരു രീതിക്ക് അരച്ചെടുക്കുക. ഇനി ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് ചൂടാവട്ടെ. നെയ്യൊന്ന് ചൂടായതിനു ശേഷം നമ്മൾ അരച്ചെടുത്ത് വെച്ച ക്യാരറ്റിന്റെ പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ക്യാരറ്റിന്റെ ഒരു പച്ച ടേസ്റ്റ് ഒക്കെ മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. ക്യാരറ്റിന്റെ ആ ഒരു പച്ച ടേസ്റ്റ് ഒക്കെ ഇല്ലേ, അതൊക്കെ ഒന്ന് മാറി കിട്ടുന്നത് വരെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഒരു 2 മിനിറ്റ് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ക്യാരറ്റിന്റെ ആ ഒരു പച്ച ടേസ്റ്റ് ഒക്കെ മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഒരു നുള്ള് ഉപ്പിട്ട് കൊടുത്താൽ മതി, ഒരുപാട് ഇടരുത്. ഈ ക്യാരറ്റും പഞ്ചസാരയും ഒന്ന് മിക്സായി കിട്ടുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പൊ പഞ്ചസാരയും ക്യാരറ്റും ആയിട്ട് ഒന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. 250 ml കപ്പിന് 1/2 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഈ പാല് ചെറുതായിട്ടൊന്ന് ചൂടാവണം. തിളക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി. പാൽ ഒഴിച്ചു കൊടുത്ത് ചെറുതായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് 250 ml കപ്പിന് 1/2 കപ്പ് റവ ഒരുമിച്ച് ഇടരുത്, കുറച്ചായിട്ട് ഇതുപോലെ ഇട്ട് ഇളക്കി കൊടുക്കാം. അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട കെട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ റോസ്റ്റ് ചെയ്തതോ റോസ്റ്റ് ചെയ്യാത്തതോ ഏത് റവ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ റോസ്റ്റ് ചെയ്തിട്ടുള്ള റവയാണ് എടുത്തിട്ടുള്ളത്. ഒരുമിച്ചിടരുത്, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക, എന്നാൽ പിന്നെ കറക്റ്റായിട്ട് കിട്ടില്ല. ഇതുപോലെ കുറച്ചായിട്ടിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. മീഡിയം ഫ്ലെയിം തന്നെ വെച്ച് കൊടുക്കുക. ഫ്ലെയിം കൂട്ടിയിടരുത്. റവ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയായി കിട്ടും. മുഴുവൻ റവയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പാനിൽ നിന്ന് വിട്ട് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് പഞ്ചസാര ഒന്നും ചേർക്കാത്ത ഏലക്കാപ്പൊടിയാണ്. പഞ്ചസാര ചേർത്ത ഏലക്കാപ്പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി പാനിൽ നിന്ന് വിട്ട് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ആ റവയൊക്കെ ചെറുതായിട്ടൊന്ന് വെന്ത് വരണം. ഇപ്പോൾ റവ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. പാനിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഇത് ഫ്ലെയിം ഓഫാക്കി ചൂട് മാറാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇപ്പം ഇതിന്റെ ചൂട് ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. ഒരുപാട് ചൂട് മാറാൻ നിൽക്കണ്ട. ചെറിയൊരു ചൂടോട് കൂടി തന്നെ നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് കയ്യിൽ കുറച്ച് എണ്ണയോ നെയ്യോ ഒന്ന് തടവിയതിന് ശേഷം കുറച്ച് മിക്സ് എടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇതുപോലെ ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം. ഒട്ടും തന്നെ സ്ക്രാച്ച് ഒന്നും ഉണ്ടാവാൻ പാടില്ല. അതെല്ലാം ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുത്തിട്ടുണ്ട്. നമ്മൾ ഉരുട്ടിയെടുത്ത ഉരുളകൾ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിന്റെ മുകളിലായിട്ട് ഒരു വാഴയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വാഴയില ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വാഴയില വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സ്റ്റീമറൊക്കെ വാങ്ങുമ്പോൾ ഒരു തട്ട് കിട്ടുമല്ലോ, അതിന്റെ പുറത്ത് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താലും മതി. ഞാനിപ്പോൾ വാഴയിലയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഉരുട്ടിയെടുത്ത ഉരുളകളെല്ലാം ഇതിന്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുക. ഇപ്പൊ ഒന്ന് നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ച് ഒന്ന് ആവിയേറ്റി എടുക്കാം. ഇത് ആവിയേറ്റാൻ വെച്ചിട്ട് ഒരു 5 മിനിറ്റായി. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പൊ കണ്ടില്ലേ, നല്ലോണം വെന്തൊക്കെ വന്നിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഓൾറെഡി ഇത് വെന്തിട്ടുള്ളതാണ്.
ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി ഇത് ചൂട് മാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഗുലാബ് ജാമുൻ പോലെയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഒരു പാത്രത്തിലേക്ക് നല്ല കട്ടിയുള്ള 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി പാല് ചെറുതായിട്ടൊന്ന് ചൂടാവട്ടെ. അപ്പോൾ പാലിതാ ചെറുതായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് പഞ്ചസാര മാത്രമേ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഇതിൽ ഞാൻ കണ്ടൻസ് മിൽക്ക് ചേർക്കുന്നുണ്ട്. നിങ്ങൾ ഇതിലേക്ക് കണ്ടൻസ് മിൽക്ക് ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവരവരുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയല്ലേ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് പകരം നിങ്ങൾ കുറച്ചും കൂടെ പഞ്ചസാര ഇട്ട് കൊടുക്കാം. 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. അപ്പം മധുരം നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് മധുരം ചേർത്ത് കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ പാലക്കഥ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് 3 ഏലക്ക ഒന്ന് ചതച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഏലക്ക പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. പഞ്ചസാരയും കൂട്ടി ചേർത്ത് പൊടിച്ചതാണെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. പഞ്ചസാര കൂട്ടി ചേർത്ത് പൊടിക്കാത്ത ഏലക്ക പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഏലക്ക വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഏലക്ക ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കണ്ടൻസ് മിൽക്കാണ്. കണ്ടൻസ് മിൽക്ക് ഞാനിപ്പോൾ 250 ml കപ്പിന് 1/2 കപ്പ് കണ്ടൻസ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം ഞാനിപ്പോൾ 1/2 കപ്പ് കണ്ടൻസ് മിൽക്കാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നല്ലൊരു ടേസ്റ്റ് ഒക്കെ കിട്ടും നമ്മൾ കണ്ടൻസ് മിൽക്കൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ. നമ്മുടെ വീട്ടിൽ കണ്ടൻസ് മിൽക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ പാൽപ്പൊടി ഒരു 4 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയോ എന്തെങ്കിലും ചെറിയ ചൂടുള്ള പാല് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ ഇത് രണ്ടും ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയല്ലേ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് പകരമായിട്ട് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് ഈ പാലൊന്ന് കുറുകി വരണം. കൈവിടാതെ ഇളക്കി കൊടുക്കുക. കാരണം എന്ന് വെച്ചാൽ നമ്മളിതിൽ കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം മീഡിയത്തിൽ തന്നെ വെച്ചിട്ട് കൈവിടാതെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഒരു 2 മിനിറ്റ് ഇതാ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. പാലൊക്കെ ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ സ്റ്റീം ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റിന്റെ ബോൾസ് മുഴുവനും ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് ബോൾസ് മാറ്റി വെച്ചിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ലാസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മാറ്റി വെച്ചിട്ടുള്ളത്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ പാലിന്റെ മധുരവും ടേസ്റ്റും ഒക്കെ ഈ ബോൾസിലൊക്കെ ഇറങ്ങി കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒന്ന് തിളച്ചതിന് ശേഷം മൂടി വെച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പൊ കണ്ടില്ലേ, ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് കുറച്ച് ലൂസായിട്ടല്ല ഇരിക്കുന്നത്. കുറച്ച് കട്ടി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ പാലൊഴിച്ച് മിക്സ് ആക്കി എടുത്തിട്ടുള്ളതാണ്. കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കുക. അപ്പോൾ അരിപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോൺഫ്ലോറും എടുക്കാവുന്നതാണ്. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറിലേക്ക് 2 ടേബിൾ സ്പൂൺ പാലൊഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ചൂട് പാലൊന്നും ഒഴിക്കരുത്. മിക്സ് ചെയ്ത സമയത്ത് ചൂടില്ലാത്ത പാലൊഴിച്ചിട്ട് വേണം അരിപ്പൊടി ആയാലും കോൺഫ്ലോർ ആയാലും മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ കണ്ടില്ലേ, കുറച്ച് പെട്ടെന്ന് തന്നെ കുറുകി കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി. അരിപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരുപാട് ഇട്ട് വറ്റിക്കരുത്. എന്നാൽ പിന്നെ നല്ല കട്ടിയായി പോവും. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ഇതിലേക്ക് ഇടയ്ക്ക് കടിക്കാൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് പിസ്തയും ബദാമും കശുവണ്ടിയും ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിന്റെ ചൂട് ചെറുതായിട്ടൊന്ന് മാറിക്കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് കുറുകി കിട്ടും. ഇനി ഇത് ഒരു ബൗളിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ അതാ ഒരു ബൗളിലേക്ക് സെർവ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഗാർണിഷിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ക്യാരറ്റിന്റെ ബോൾസ് ഇല്ലേ, അത് ഇതുപോലെ ഇടയ്ക്ക് വെച്ച് കൊടുക്കാം. കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ ഡെസർട്ട് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നോമ്പ് സമയത്ത് റംദാൻ സമയത്തും ഒക്കെ ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്തും ഒക്കെ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു ഡെസർട്ടാണ്. ഇനി ഇതിൻ്റെ കുറച്ച് ഗാർണിഷിന് വേണ്ടിയിട്ട് കുറച്ച് പിസ്ത ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇത് ചൂടോടുകൂടി കഴിക്കാവുന്നതാണ്, തണുപ്പിച്ചിട്ടും കഴിക്കാവുന്നതാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യം ഈ ക്യാരറ്റ് വെച്ചിട്ടുള്ള ഈ ഡെസർട്ട് ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നല്ല ജ്യൂസി ആയിട്ടാണ് ഇരിക്കുന്നത്, നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ക്യാരറ്റ് വെച്ചിട്ടുള്ള ഈ ഡെസർട്ട് ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്